വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കൊരു മെസ്സേജ് വാട്സാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് നമുക്ക് വരുന്ന മെസ്സേജിന് പ്രോപ്പർ ആയിട്ടുള്ള, ഇപ്പോൾ ഒരാള് ഒരു ഫോൺ നമ്പർ നമ്മളോട് ചോദിക്കുകയാണ്, അപ്പൊ നമ്മൾ ആ ഫോൺ നമ്പർ കൊടുക്കണമല്ലോ. അപ്പൊ പ്രോപ്പർ ആയിട്ട് ആ ഫോൺ നമ്പർ കൊടുക്കുന്ന പോലത്തെ ഒരു റിപ്ലൈ അല്ല, ഞാനിപ്പം ഒരല്പം തിരക്കാണ് പിന്നെ വിളിക്കാം എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റൊരാൾക്ക് എങ്ങനെ സെൻഡ് ചെയ്യാൻ പറ്റും വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകൾക്ക്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ വാട്സ് ഓട്ടോ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് ഡൗൺലോഡ് ചെയ്യണേ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഇന്റർഫേസ് വരിക. അപ്പൊ ഇവിടെ ഓട്ടോ റിപ്ലൈ ഓഫ് എന്നാണ് കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. അപ്പം പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വരിക, അലോ നോട്ടിഫിക്കേഷൻ ആക്സസ്. അപ്പൊ ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് വരിക. നമ്മൾ സെലക്ട് ചെയ്യുക ഈ സംഭവം, പിന്നീട് ഓക്കെ കൊടുക്കുക, വീണ്ടും ബാക്ക് അടിക്കുക. അപ്പൊ ഇതുപോലെ ബാറ്ററി ഒപ്റ്റിമൈസ് എന്നൊരു ഓപ്ഷൻ, ഒരു പെർമിഷൻ അലോ ചോദിക്കും, അല്ലെ സെറ്റിംഗ്സ് ചോദിക്കും. നമ്മളിവിടെ ക്യാൻസൽ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഓട്ടോ റിപ്ലൈ ഇപ്പോൾ ഇവിടെ ഓൺ ആണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ കുറച്ച് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന്. അപ്പൊ ഇത് മതിയെങ്കിൽ എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ പേനയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ബിസിയാണ്, പിന്നെ വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് നോക്കിയിട്ട് പിന്നെ റിപ്ലൈ തരാം എന്നുള്ള രീതിയിലൊരു മെസ്സേജ്. അപ്പോൾ ഓക്കെ, ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തൊരു മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ടിക്ക് മാർക്ക് ഓക്കെ ആക്കി കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ കോണ്ടാക്ട് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ കോണ്ടാക്റ്റില് എവരിവൺ ആണ് ഇപ്പൊ കിടക്കുന്നത്. അതായത് നമ്മളിപ്പോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെസ്സേജ് ആര് നമുക്ക് മെസ്സേജ് അയച്ചാലും, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും അവർക്കൊക്കെ നമ്മളിപ്പോ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെസ്സേജ് ആണ് പോവുക. അപ്പൊ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. കോണ്ടാക്ട് എടുക്കുക, മൈ കോണ്ടാക്ട് ലിസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കോണ്ടാക്റ്റുകൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. മൈ കോണ്ടാക്ട് ലിസ്റ്റ് കൊടുക്കുക. ഈ പ്ലസ് ഐക്കൺ കണ്ടില്ലേ, ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അലോ വാട്സ് ഓട്ടോ ടു ആക്സസ് യുവർ കോണ്ടാക്ട് എന്ന ഓപ്ഷനാണ് വരിക. ആ കോണ്ടാക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ മൈ കോണ്ടാക്റ്റിലുള്ള നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്ന ഒരാൾ മെസ്സേജ് അയച്ചാലാണ് ഓട്ടോ റിപ്ലൈ പോകത്തുള്ളൂ. പിന്നെ എക്സെപ്റ്റ് മൈ കോണ്ടാക്ട് ലിസ്റ്റ് ഉണ്ട്, എക്സെപ്റ്റ് മൈ ഫോൺ കോണ്ടാക്ട് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ എനേബിൾ ഗ്രൂപ്പിലോട്ട്, ഈ ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിലും ഓട്ടോമാറ്റിക്കായിട്ട് എന്താക്കാൻ പറ്റും, മെസ്സേജ് ഓട്ടോ റിപ്ലൈ പോകും, മെസ്സേജ് ഓട്ടോ റിപ്ലൈ പോകും. ഇവിടെ ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പിന്റെ ഓപ്ഷൻ വരും. അതുപോലെ അതിനൊക്കെ നമ്മളിവിടെ വാട്സ് ഓട്ടോയ്ക്ക് പെർമിഷൻ കൊടുക്കണം. എന്തൊക്കെ ആ പെർമിഷൻ അലോ ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. ഇപ്പൊ കോണ്ടാക്ട് നോട്ട് അലൗഡ് ആണ് കാണിച്ചേക്കുന്നത്, കണ്ടില്ലേ. ഈ പെർമിഷൻസ് കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ കോണ്ടാക്റ്റുകൾ സെലക്ട് ചെയ്യുകയും അവ അങ്ങോട്ടേക്ക് മെസ്സേജുകൾ പോവുകയും ചെയ്യത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഞാനിവിടെ എവരിവൺ കൊടുത്തിട്ട് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഗ്രൂപ്പ് നമ്മൾ ഡിസേബിൾ ആക്കുവാണേ. അതുപോലെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര പേർക്ക് ഓട്ടോ റിപ്ലൈ പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ നമ്മളിവിടെ ഹോമിലോട്ട് വന്നു. ഇവിടെ നമ്മൾ മെസ്സേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബിസിയാണ്, പിന്നെ റിപ്ലൈ തരാം. അപ്പൊ ഇവിടെ കോണ്ടാക്ട് എടുത്തു കഴിഞ്ഞാൽ എവരിവൺ ആറ് മെസ്സേജ് എനിക്ക് അയച്ചാലും ഈ ഒരു റിപ്ലൈ ഓട്ടോമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് രണ്ടും ഓക്കെ ആയല്ലോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ വാട്സാപ്പിൽ വരികയാണ്. ഒരു മെസ്സേജ് അയച്ചേക്കാം. ഞാൻ നെറ്റ് ഹോം എന്നുള്ള എന്റെ മറ്റൊരു നമ്പറിലോട്ട് ഒരു മെസ്സേജ് അയക്കുവാണേ. മെസ്സേജ് അയച്ചു, മെസ്സേജ് പോയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഓട്ടോ റിപ്ലൈ വന്നു, ബിസിയാണ്, പിന്നെ റിപ്ലൈ തരാം. എത്ര ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ വന്ന് നോക്കി. ഇനി ഇവിടെ വാട്സ് ഓട്ടോ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാട്സ് ഓട്ടോയുടെ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് റിപ്ലൈ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുക. അപ്പം ഈ റിപ്ലൈ ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ റിപ്ലൈ എന്ന് ഒരു ഹെഡിങ് കണ്ടില്ലേ തലയ്ക്ക്. നമ്മളൊരു മെസ്സേജ് സെറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ പോവാണല്ലോ. അപ്പൊ അതിങ്ങനെ കാണിക്കും ഓട്ടോ റിപ്ലൈയിലുള്ള മെസ്സേജ് ആണ് എന്ന് നമുക്ക് മെസ്സേജ് അയച്ച ആൾക്ക് അറിയാൻ പറ്റും ഈ മെസ്സേജ് അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ ഈ റിപ്ലൈ ഹെഡർ ഓഫ് ചെയ്ത് വെക്കണം. ഇവിടെ ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ ഹെഡർ ഓഫ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഹെഡർ മെസ്സേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓട്ടോ റിപ്ലൈ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്കിഷ്ടമുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓട്ടോ റിപ്ലൈ എന്നുള്ളതിന്റെ സ്ഥാനത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ക്യാപ്ഷൻ ആയിരിക്കും പോവുക. ഇപ്പൊ നിങ്ങൾ മുകളിൽ കണ്ടു നോക്കിയേ, ഓട്ടോ റിപ്ലൈ എന്നുള്ളത് അവിടെ ഇല്ല. ഇപ്പൊ ഞാൻ എന്നുള്ള അടിച്ചു കൊടുത്തപ്പോൾ ആ ഒരു പേരാണ് അവിടെ വന്നേക്കുന്നത്. പിന്നെ ഇവിടെ റിപ്ലൈ ഫൂട്ടർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ഇവിടെ മുകളിൽ നോക്കിയേ വാട്സ് ഓട്ടോ എന്ന് പറഞ്ഞ കണ്ടില്ലേ. അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവർക്ക് മെസ്സേജ് അയച്ചേക്കുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് മെസ്സേജ് അയച്ച ആൾക്ക് കിട്ടും. അതാണ് ഈ റിപ്ലൈ ഫൂട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അത് നമുക്ക് മാറ്റാൻ പറ്റും. ഈ വാട്സ് ഓട്ടോ എന്നുള്ള പേരും ഇതുപോലെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. തൽക്കാലം ഞാനത് മാറ്റുന്നില്ല, ഇത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. നമുക്ക് റിപ്ലൈ ഹെഡറും ഓഫ് ചെയ്ത് വെക്കാം. റിപ്ലൈ ഹെഡർ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, അവിടെ ബിസിയാണ് എന്നേ ഉള്ളൂ. ബിസിയാണ്, പിന്നെ റിപ്ലൈ വരാമെന്നേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസപ്പിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാറുണ്ട്.